കള്ളച്ചൂതുകളി അവസാനിച്ചു. യുധിഷ്ഠിരന് പണയം വയ്ക്കാൻ ഇനി മറ്റൊന്നും അവശേഷിക്കുന്നില്ല. തങ്ങളുടെ ദാസിയായി തീർന്ന പാഞ്ചാലിയെ കൗരവസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ദുര്യോധനൻ കൽപ്പിച്ചു. ദുര്യോധനന്റെ തേരാളി പാഞ്ചാലിയുടെ അടുക്കൽ ചെന്ന് കൽപ്പന അറിയിച്ചു. ഒരു സൂതന്റെ കൂടെ സഭയിലേക്ക് വരാൻ കൂട്ടാക്കാതെ കുലവധുവായ പാഞ്ചാലി പറഞ്ഞു, ഞാൻ ആരുടെയും ദാസിയല്ല. ചൂതിൽ സ്വയം പണയം വെച്ച് തോറ്റ യുധിഷ്ഠിര ചക്രവർത്തിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എന്നെ എങ്ങനെ പണയം വെക്കാനാകും? ആ നിലയ്ക്ക് ഞാൻ ഒരിക്കലും കൗരവരുടെ ദാസിയാവുകയില്ല. പാഞ്ചാലിയുടെ വാക്കുകൾ സൂതനിൽ നിന്നും കേട്ടറിഞ്ഞ യുധിഷ്ഠിരൻ കോപിഷ്ഠനായി. പാഞ്ചാലിയെ ബലം പ്രയോഗിച്ചാണെങ്കിലും സഭയിലേക്ക് ആനയിക്കാൻ ദുശാസനെ പറഞ്ഞുവിട്ടു. ദുശാസനൻ അന്തഃപുരത്തിൽ ചെന്ന് ദ്രൗപദിയുടെ തലമുടിയിൽ പിടിച്ചിഴച്ച് ബലാത്കാരമായി സഭയിലെത്തിച്ചു. ദ്രൗപദിയുടെ ദയനീയ സ്ഥിതി കണ്ട് വീരശൂര പരാക്രമികളായ പാണ്ഡവന്മാർ ഒരക്ഷരം ഉരിയാടാനാവാതെ മുഖം തിരിച്ചു കളഞ്ഞു. സഭയിലെത്തിയ പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചെടുക്കാനായിരുന്നു ദുര്യോധനന്റെ അടുത്ത കൽപ്പന. ജ്യേഷ്ഠന്റെ കൽപ്പന പ്രകാരം ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രം അഴിക്കാനായി മുമ്പോട്ടാഞ്ഞു. ഒരക്ഷരവും ഉരിയാടാതെ മൗനമായി ഇരിക്കുന്ന പിതാക്കളോ ഗുരുജനങ്ങളോ പുരുഷമൂർത്തികളായ പാണ്ഡവന്മാരോ ആരും തന്നെ തൻ്റെ മാനം രക്ഷിക്കയില്ലെന്ന് മനസ്സിലാക്കിയ കൃഷ്ണ ദയനീയമായി ഭഗവാൻ കൃഷ്ണനെ ധ്യാനിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പാഞ്ചാലിയുടെ ഉടുവസ്ത്രം ബലാത്കാരമായി വലിച്ചഴിക്കാൻ ദുശാസനൻ ശ്രമിക്കുന്തോറും വസ്ത്രം നീണ്ടു വന്നു. എത്ര നേരം വലിച്ചിഴച്ചിട്ടും ദുശാസനന്റെ കൈ കുഴഞ്ഞു എന്നല്ലാതെ വസ്ത്രത്തിന് ഒരു അവസാനവും ഉണ്ടായില്ല. സദസ്യർ അത്ഭുതപ്പെട്ടിരിക്കെ ദ്രൗപദിയുടെ ദയനീയ സ്ഥിതി കണ്ട് തൻ്റെ കോപം നിയന്ത്രിക്കാനാവാത്ത ഭീമസേനൻ ചാടി എഴുന്നേറ്റ് ഗദ ചുഴറ്റി വീശിക്കൊണ്ട് ഗർജിച്ചു. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന് മുതിർന്ന അധർമ്മിയായ ഈ ദുശാസനനെ യുദ്ധത്തിൽ വധിച്ച് ഇവന്റെ മാരടം കീറി ഞാൻ ചോര കുടിക്കും, ഇത് സത്യം. പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിനുണ്ടായ അത്ഭുതവും ഭീമസേനന്റെ ശബ്ദവും കേട്ട ധൃതരാഷ്ട്രപത്നി ഗാന്ധാരി പാഞ്ചാലിയുടെ ദാസ്യം ഒഴിവാക്കണമെന്ന് ഭർത്താവിനോട് അപേക്ഷിച്ചു. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കേട്ട ധൃതരാഷ്ട്രർക്കും ഉള്ളിൽ ഭയം ജനിച്ചു. അതുകൊണ്ട് അദ്ദേഹം ദ്രൗപദിയോട് പറഞ്ഞു, നിന്നോട് ഇവർ അന്യായമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അതിനാൽ നിനക്കിഷ്ടമുള്ള വരം നീ ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് നൽകാം. ധൃതരാഷ്ട്രരുടെ വാക്കുകൾ കേട്ട പാഞ്ചാലിക്ക് ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കേണ്ടി വന്നില്ല. അവൾ പറഞ്ഞു, എനിക്ക് മറ്റൊരു വരവും വേണ്ട. എൻ്റെ ഭർത്താക്കന്മാർ 5 പേരെയും സ്വതന്ത്രരാക്കിയാൽ മാത്രം മതി. ധൃതരാഷ്ട്രർ കൃഷ്ണയുടെ ആവശ്യം അംഗീകരിച്ചു. സ്വതന്ത്രരായ പാണ്ഡവർ ദ്രൗപദിയെയും കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു. പാണ്ഡവർ പോയ ഉടനെ ദുര്യോധന ദുശാസനാദികൾ കർണനെയും ശകുനെയും കൂട്ടി ധൃതരാഷ്ട്രരുടെ അടുക്കൽ ചെന്നു. ദുര്യോധനൻ തൻ്റെ പിതാവിനോട് പറഞ്ഞു, പാണ്ഡവർ ഇവിടെ നിന്നും പോയിരിക്കുന്നത് നോവിച്ചു വിട്ട സർപ്പങ്ങളെപ്പോലെയാണ്. അവർ പ്രതികാരം ചെയ്യാതിരിക്കില്ല. മാത്രമല്ല, ദ്രൗപദിയെ അപമാനിച്ചതിന് അവർ ഒരിക്കലും ക്ഷമിക്കുകയുമില്ല. ഞാൻ എന്തു ചെയ്യണം? ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിന് ശകുനിയാണ് ഉത്തരം നൽകിയത്. അതിന് വഴിയുണ്ട്. ഒരിക്കൽ കൂടി അവരെ ചൂതു കളിക്കാൻ അങ്ങ് ക്ഷണിക്കണം. എന്നാലോ? ഇത്തവണ തോറ്റാൽ 12 വർഷത്തെ വനവാസവും 1 കൊല്ലത്തെ അജ്ഞാതവാസവും അവർ ചെയ്യേണ്ടതാണ്.